ഹലോ, ഷാഡോ ഓഫ് നേച്ചർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് അലിക്കുട്ടി ഉണ്ടാക്കുന്ന ഒരു ചക്കക്കുരു തോരനാണ്. അപ്പം ചക്കക്കുരു തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എളുപ്പത്തിലൊരു തോരനാണ്, പക്ഷെ ഇത് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ തരുന്നുണ്ട്. ആർക്കും അറിയില്ല. ചക്കക്കുരു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ചിരിയൊക്കെയാണ്. അതുപോലെ തന്നെ ചക്കയും. ഓക്കെ, ചക്കയും ചക്കക്കുരു എന്ന് പറഞ്ഞ ഒരു അതെ, നല്ല ഒരു ഫുഡാണ്. അപ്പം എന്തായാലും നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. ആദ്യം തന്നെ ഞങ്ങളിത് ചക്കക്കുരു കണ്ടല്ലോ, തൊലിയൊക്കെ കളഞ്ഞ്, തൊലി ഫുള്ള് കളയത്തില്ല, ചെറുതായിട്ട് ചീകിയെടുത്തതാണ്. അപ്പോൾ അത് പൊളിച്ച് ചീകിയെടുത്തതാണ് ഇത്. അപ്പൊ ഇതിന് ഇനി വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഷെഫ് എന്താന്ന് എനിക്കറിയത്തില്ല, അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കേ, ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള ഈ തൊലി നമ്മൾ ചിരണ്ടി കളയണം. അപ്പോൾ ഇതുപോലെ ഒരു ചക്കക്കുരു എടുത്തിട്ട് നടുക്ക് ഒന്ന് പോന്തിയ ശേഷം അതുപോലെ ചിരണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയെല്ലാം പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം തൊലിയൊക്കെ കളഞ്ഞെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ചെറിയ ചെറിയ പീസാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കുക. നമ്മൾ തോരനല്ലേ വെക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുക. ഇതിനെ എന്നിട്ട് നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ അതിനാണ് ചെറിയ ചെറിയ പീസാക്കുന്നത്. അപ്പോൾ തോരൻ വെക്കാനും ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കുക. നമുക്ക് ചക്കക്കുരു തോരന് ആവശ്യമായ സാധനങ്ങൾ എന്ന് വെച്ചാൽ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കരിയാപ്പില, പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പച്ചമുളക്, അതുകൂടാതെ വെളുത്തുള്ളി, തേങ്ങ, നമ്മുടെ കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും ചേർക്കുന്നത് ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടി കേട്ടോ. അത് നമുക്കിതെല്ലാം കൂടെ അതിലോട്ടിട്ട് ഇളക്കി പെരട്ടി അടപ്പേ വെക്കാം. അത് നമ്മൾ കഴുകി വരെ ചക്കക്കുരു ചട്ടിക്കകത്താക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇതെല്ലാം തട്ടിയിടാം. നമുക്ക് സവാള കുത്തിപ്പെറുക്കി അരിഞ്ഞത്, തേങ്ങ, കുരുമുളക് പൊടി, നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പല എല്ലാം കൂടെ അതിലോട്ട് തട്ടിയിട്ട്, കൂടാതെ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഉപ്പ്. നിങ്ങൾ ആരും ഓർത്തില്ലല്ലോ. അപ്പൊ നമ്മൾ ഉപ്പും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഉപ്പൂടി ഇട്ടിട്ട് നമ്മൾ ഉപ്പൂടി ആവശ്യത്തിന് ഒരുപാട് ഇടരുത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് ഞെവിടണം. കണ്ടോ, ഇത് കൈ കൊണ്ട് നല്ല വൃത്തിക്ക് ഞെവിടെ എടുക്കണം. ഈ തേങ്ങയൊക്കെ ഇതിൻ്റെ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇളക്കണം. കേട്ടോ, ഇപ്പൊ തന്നെ ആ കരിയാപ്പിലയുടെ മണമൊക്കെ വരുന്നില്ലേ, ആ പച്ചമുളകിന്റെ എല്ലാം. നമുക്ക് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ചക്കക്കുരു വേവിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കത്തിക്കാൻ അറിയാമല്ലോ, നമുക്ക് ഓരോ ചക്കക്കുരുവിന് ഓരോ വേവാ. നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഒത്തിരി വേവരുത്, അത് ചക്കക്കുരു വേണം, ഒത്തിരി വെന്തവിയരുത്. നമുക്കിത് തപ്പിപ്പൊത്തി വെക്കാം. നമ്മൾ ഗ്യാസ് കത്തിച്ചുകൊണ്ട് തീ ശകലം കുറച്ച് വെക്കണം. ഒരുപാട് കൂട്ടി വെക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെന്തോന്ന് അടുത്ത് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിത് അടച്ചു വെക്കാം, ആവി വരട്ടെ. അതായത് നമുക്കിത് ഇടയ്ക്കൊന്ന് നോക്കാം, ഇന്നത്തെ ഉപ്പൊക്കെ ഉണ്ടോ, വെള്ളം പറ്റിയോ, വെന്തോന്നൊക്കെ അറിയാം. ഒന്ന് ഇളക്കി തിരിച്ചൊക്കെ വെക്കാം. അതെ, നമുക്കൊന്ന് ഒരു ചെറിയൊരു കഷ്ണം വെച്ച് നോക്കാം, വെന്തോന്നറിയാമല്ലോ. ഉപ്പൊക്കെ ഉണ്ട്. ഒന്ന് വെള്ളം പറ്റട്ടെ. നമുക്കിനി തുറന്ന് വെച്ച് വയ്ക്കാം, വെള്ളം പറ്റാറാവട്ടെ. അത് നോക്ക്, നമ്മുടെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് കേട്ടോ. ശകല വെള്ളം കൂടെ ഉണ്ട് ഉള്ളില്. അതുകൂടെ പറ്റട്ടെ. പറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് കേട്ടോ, വെളിച്ചെണ്ണ. പച്ച വെളിച്ചെണ്ണ. നമുക്ക് പച്ച വെളിച്ചെണ്ണ കുറച്ചങ്ങോട്ട് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തോത്തിയെടുക്കാം.
കണ്ടേ ഇപ്പം പ്രത്യേക ഒരു മണമായേ. ഒരു പച്ചവെളിച്ചെണ്ണ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണമല്ലേ. കണ്ടോ? നമുക്ക് ഇളക്കി നമുക്കൊന്ന് ഈ വെള്ളം എല്ലാം പറ്റി നല്ല വൃത്തിയാക്കി എടുക്കാം. അപ്പൊ അലിക്കുട്ടി ഉണ്ടാക്കിയത് നോക്കട്ടെ. അടിപൊളി സാധനമാണ്, നല്ല ചൂട് സാധനം. അടിപൊളി കരിയാപ്പല. അല്ലെങ്കിൽ ചക്കക്കുരു ഇച്ചിരുന്ന് കഴിയുമ്പോ ഈ വെള്ളം പറ്റി കഴിയുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാ. അടിപൊളിയായിട്ടുണ്ട്. വെള്ളം പറ്റി കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. ശരിയാണ്. എന്തായാലും കൊള്ളാം, തൊണ്ടുകൂടെ കഴിക്കണം. അപ്പോൾ നിങ്ങളും ഈ ഒരു ഡിഷ് റെഡിയാക്കി നോക്കുക. നല്ലതാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ. താങ്ക് യു. താങ്ക് യു.